പ്രൈസ് ദി ലോർഡ്. ദൈവം വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ഈ വചനവേദിയിൽ നമ്മോടൊത്തായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബ്രദർ ഷാബു പാറുമണ്ണിൽ സഹോദരനാണ്. ചങ്ങനാശ്ശേരി സ്വദേശിയായ ഇദ്ദേഹം കേരളത്തിൽ തിരുരക്ത അഭിഷേക ധ്യാനങ്ങൾ നടത്തുന്ന ഒരു ധ്യാന ടീമിലെ പ്രധാന ശുശ്രൂഷകരാണ്. കോട്ടയത്തുള്ള കളത്തിപ്പടയിലും IMS ധ്യാന സെൻറ്ററിലുമൊക്കെ എല്ലാ മാസവും ഇവർ തിരുരക്ത ധ്യാന ശുശ്രൂഷകൾ നടത്തി ദൈവരാജ്യം വളർത്തുകയാണ്. കർത്താവിൻ്റെ ഈ പ്രിയപ്പെട്ട ദാസനെ പ്രാർത്ഥനയോടെ ഈ വചനവേദിയിലേക്ക് നമുക്ക് ക്ഷണിക്കാം. അനുഗ്രഹിക്കപ്പെട്ട രാത്രിയാണ് ഈ രാത്രി. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞൊഴുകുന്ന നിമിഷങ്ങളാണ്, മണിക്കൂറുകളിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം ഒന്ന് നോക്കി പറയണം. അടുത്ത് നിൽക്കുന്ന ആളുടെ ആ കവിളത്തൊന്നു സ്നേഹത്തോട് തൊട്ടിട്ട് പറയണം, കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് പറയണം. കാരണം എൻ്റെയും നിങ്ങളുടെ ദൈവം നമ്മെ നോക്കി പറഞ്ഞ ഒരു വാക്കാണ് കൊള്ളാം, നന്നായിരിക്കുന്നു. ഹല്ലേലൂയ. ഇതുപോലെ എൻ്റെ സഹജീവിയോട് എപ്പോഴും പറയണം, കഴിയണം. നമുക്ക് അത് എപ്പോഴും പറയുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. മുമ്പേ നമ്മൾ പാടി, യേശു മധുരമുള്ള ആ നാമം വഹിക്കുമ്പോഴാണ് ഈ നിൽക്കുന്നവരെല്ലാം എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്താൻ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മൾ ഉറക്കമുളച്ച് പ്രാർത്ഥിക്കുന്നത് വലിയൊരു ഉപവാസം. ഇതൊരു വലിയ ത്യാഗമാണ്. ദൈവസന്നിധിയിൽ മക്കൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനൊന്ന് കേൾക്കാതിരിക്കാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ കാതുകൾ തുറക്കും. ദൈവത്തിൻ്റെ മിഴികൾ തുറന്ന് എന്നെയും നിങ്ങളെ നോക്കി അവിടുന്ന് നമുക്ക് സമ്മാനങ്ങൾ പൊഴിയും. ആ സമ്മാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വേണം ഇവിടുന്ന് മടങ്ങിപ്പോകേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാകുന്ന ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം. ഹല്ലേലൂയ. ആ ദൈവമാകുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ തിങ്ങി നിറയണം പ്രിയപ്പെട്ടവരെ. തിങ്ങി നിറയാത്തത് കൊണ്ടാണ് ദുഃഖവും വേദനയും സങ്കടവും ആകുലതയും കഷ്ടതയും ഞെരുക്കവും പീഡകളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ തളർന്നു പോകുന്നത്. തളർന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവാത്മാവ് നമ്മെ നയിക്കണം. ആ ദൈവാത്മാവിൽ നിറയുവാൻ വേണ്ടി നമുക്കൊന്നു ചേർന്ന് ഈ ഗായക സംഘത്തോട് ചേർന്ന് ദൈവമക്കളോട് ഈ മലാഹബന്ധത്തോട് ചേർന്നുകൊണ്ട് മലാഹമാരുടെ ജോലി ചെയ്യുന്ന ഈ മക്കളോട് ചേർന്ന് നമുക്കും ചേർന്ന് പാടാം. ക്രോഭന്മാരോടും സോഭന്മാരോടും ചേർന്നുകൊണ്ട് പാടി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ വേണ്ടി ശക്തിയോടെ എത്രമാത്രം വിട്ടുകൊടുക്കാമോ അത്രയും വിട്ടുകൊടുത്ത് ഒന്ന് ശരീരം അനക്കാൻ പറ്റുന്നവരൊക്കെ ശരീരമൊക്കെ അനക്കിക്കൊണ്ട് ആടാൻ പറ്റുന്നവരൊക്കെ ആടിക്കൊണ്ട് നീ പാടി ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയുവാനായി ദാഹത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. നിൻ സ്നേഹം പാടുവാൻ
നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. ദൈവാത്മാവേ, 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 കരങ്ങൾ വീശി അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിക്കാം. ദൈവാത്മാവിനെ എൻ്റെ ഹൃദയത്തിൽ തിങ്ങി നിറയുക, എൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിൽ ജ്വലിക്കപ്പെടുവാൻ, ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ വേണ്ടി നമുക്കായിരിക്കാം പ്രിയപ്പെട്ടവരെ. ഓ പുത്രനായ തമ്പുരാൻ തൻ്റെ കുരിശി യാത്രയിൽ നമുക്ക് നൽകപ്പെട്ട വിലപ്പെട്ട സമ്മാനമാണ് പരിശുദ്ധാത്മാവെന്ന ദൈവം. ആ ദൈവത്തിനെ നയിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതിനാൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കട്ടെ. ദൈവാത്മാവിൻ്റെ ശക്തി ഞാൻ അനുഭവിക്കട്ടെ, ഞാൻ തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പരസ്പരം ഒരു സ്തുതി കൊടുക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, മർക്കോസിന്റെ സുവിശേഷത്തില് 16-ാം അധ്യായത്തില് 15-ാമത്തെ വാക്യം ഇപ്രകാരം നമുക്ക് എല്ലാവർക്കും കാണാതറിയാം. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. സുവിശേഷം പ്രസംഗിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യഗണത്തോട് ഈശോ പറഞ്ഞു, നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമുക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം, സർവ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തി എന്താണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ധൈര്യസമേതം നമുക്ക് ഇറങ്ങിപ്പോകുവാൻ, ധൈര്യസമേതം ഏതൊരു വ്യക്തിയോടോ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നാം ഉറങ്ങരുത്, ഉണർന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. ഞെരുക്കങ്ങളുടെയും പീഡകളുടെയും കാലഘട്ടത്തിലാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. അതിനാൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ. വീണ്ടും ഒരു പന്തക്കുസ്ത അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആദിമ സഭയിലുണ്ടായ ആ പന്തക്കുസ്ത അനുഭവം നമുക്കുണ്ടായാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ധൈര്യസമേതം സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ.
പരിശുദ്ധ അമ്മ അന്നാമായിയുടെയും ചോവാക്കിയുടെയും പുത്രിയാകുന്ന മറിയം, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ എല്ലാവരെക്കാൾ മുമ്പേ തിടുക്കത്തിൽ എലിസബത്തിന്റെ അടുക്കലേക്ക് ഓടി. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതുകൊണ്ട് ഇളയമ്മയെ ശുശ്രൂഷിക്കുവാനുള്ള മനക്കരുത്ത്, ശക്തി പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നിങ്ങളെയൊക്കെ അങ്ങനെ ഒരു ദൗത്യമാണ് വന്നെങ്കിൽ നമ്മൾ 2 വട്ടം ചിന്തിക്കും. ഞാൻ പോകണമോ വേണ്ടയോ, പോകണമോ വേണ്ടയോ? പ്രിയപ്പെട്ടവരെ, ഞാൻ പോകണം തന്നെ ചെയ്യണം. വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. പരിശുദ്ധാത്മാവിൽ നയിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതം അനുദിനം മുന്നോട്ട് പോകേണ്ടത്. അനുദിനം നമ്മുടെ ജീവിതം നയിക്കപ്പെടാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മളിൽ വസിക്കുന്ന ദൈവാത്മാവിൻ്റെ നിറവ് അനുഭവേദ്യമാകാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സമരിയാക്കാരി സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. നട്ടുച്ച നേരത്ത് യാക്കോബിന്റെ കിണറ്റിൻകരയിൽ വെള്ളം കോരാൻ വന്ന സ്ത്രീ അപ്രതീക്ഷിതമായി ഒരു യുവാവിനെ അവിടെ കാണുകയാണ്. ആ യുവാവ് കിണറ്റിൻകരയിൽ ഇരുന്നു കൊണ്ട് ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, എനിക്കിത്തിരി വെള്ളം തരാമോ എന്ന്. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ അറിയാത്ത, ആത്മാവിനെ മനസ്സിലാക്കാത്ത, ആത്മാവിൽ നിറയപ്പെടാത്ത ആ സഹോദരി പറയാണ്, നീ ഒരു യഹൂദനാണ് എന്ന്. അവൾ അടുക്കും തോറും അവളുടെ വായിൽ നിന്നുള്ള ആ വാക്കുകൾക്ക് വ്യത്യാസം സംഭവിക്കുകയാണ്. അവൾ പറഞ്ഞു, അങ്ങൊരു യഹൂദനാണ്. വീണ്ടും പറയാണ്, അങ്ങൊരു പ്രഭുവാണ്. വീണ്ടും അവൾ പറയുകയാണ്, അങ്ങൊരു പ്രവാചകനാണ് എന്ന്. അവൾ ക്രിസ്തുവിനെ അടുക്കും തോറും, ക്രിസ്തുവിനേക്ക് അടുക്കും തോറും അവളുടെ മനോഭാവത്തിലേക്ക് മാറ്റം വരികയാണ്. അവൾ അവസാനം പറയാണ്, അങ്ങ് മിശിഹായാണ്, ക്രിസ്തുവാണ് എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവാണെന്നറിഞ്ഞപ്പോൾ അവൾ ആ കുടം നിലത്ത് വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടി. മറ്റൊന്നും ചിന്തിച്ചില്ല. അവളുടെ കുറവുകൾ അവൾ ചിന്തിച്ചില്ല, അവളുടെ പോരായ്മകൾ അവൾ ചിന്തിച്ചില്ല, അവളുടെ ബലഹീനതകൾ അവൾ ചിന്തിച്ചില്ല. അതെല്ലാം മറന്നുകൊണ്ട് അവൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പട്ടണത്തിലേക്ക് ഓടി. എന്നിട്ട് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറയാണ്, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സമയം ഇതാണ്, ഇപ്പോഴാണ് എന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, എനിക്കും നിങ്ങൾക്കും ഇത് സാധ്യമാകണം. എനിക്കും നിങ്ങൾക്കും ഒരു ക്രൈസ്തവനായ മാത്രം പോരാ, യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉടമയായിക്കൊണ്ട് എങ്ങും എവിടെയും പോയി, എപ്പോ വേണമെങ്കിൽ പോയി ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കഴിയണം. സാക്ഷ്യം വഹിക്കുവാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിറയും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനാൽ നിന്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾക്ക്, വേദനകൾക്ക് വിരാമമിടുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ബൈബിളില് മറ്റൊരു സംഭവമാണ്, യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന അപ്പോസ്തലന്മാര് യേശു പിടിക്കപ്പെട്ടപ്പോൾ ചിന്നിച്ചെതറി അവർ പല സ്ഥലങ്ങളിലായിപ്പോയി. പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ അവരൊന്നിച്ചുകൂടി സിഹിയോൻ മാളികയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ തീനാളിൻ്റെ രൂപത്തിൽ വന്നു നിറഞ്ഞപ്പോൾ അവർ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുവാനായി ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് കഴിയാതെ പോകുന്നത്, ഞാൻ പറയും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ മുക്കിക്കളയുന്നത് കൊണ്ടാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ചില ദൈവമക്കള് ധ്യാനങ്ങളിൽ പോയി പങ്കെടുത്തതിന് ശേഷം പറഞ്ഞു, അഭിഷേകമുണ്ടായില്ല.
അഭിഷേകമുണ്ടായില്ല, അഭിഷേകം എനിക്ക് തോന്നിയുമില്ല. എന്താ കാരണം? പ്രിയപ്പെട്ടവരെ, നിന്റെ ഹൃദയത്തിൽ വേറെന്തൊക്കെയോ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അപ്രകാരം തിങ്ങി നിറഞ്ഞിരിക്കുന്നതിനാൽ അഭിഷേകം ലഭിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ അടുക്കളയിൽ വെടിപൊട്ടിച്ച തീ കത്തും ഇല്ലേ? വെടിപൊട്ടിച്ച തീ കത്തുകയില്ലേ? പണ്ടത്തെ അടുക്കളയിൽ വെടിപൊട്ടിച്ച തീ കത്തുകയില്ലായിരുന്നു. പണ്ടത്തെ അമ്മച്ചി തലേ ദിവസത്തെ തീക്കനല് ഭദ്രമായി എടുത്ത് ചാരവിട്ട് മൂടി വെക്കും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അമ്മച്ചി വന്നിട്ട് ഒരു ഒറ്റ പ്രയോഗം, ഈ ഒറ്റ പ്രയോഗത്തിന് എന്ത് സംഭവിക്കും? ചാരം പറക്കും, തീ കത്തുകയില്ല. അമ്മച്ചി പലതവണ ഇങ്ങനെ ഊതി ഊതി ചാരം മുഴുവൻ പറപ്പിച്ച് കളഞ്ഞ ശേഷമാണ് തീ കത്തിച്ചിട്ട് ചായയെങ്കിൽ ചായ, കാപ്പിയെങ്കിൽ കാപ്പി അനത്തിക്കൊണ്ട് അച്ചാച്ചൻ്റെ അടുക്ക ചെല്ലുന്നു. അച്ചാച്ചൻ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഉന്മേഷനായി. കാപ്പി സമയത്തിന് കിട്ടിയില്ലെങ്കിൽ അച്ചാച്ചൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുടെ കൂട്ടപ്രയോഗം അമ്മച്ചിക്ക് സഹിക്കാൻ വയ്യാത്തതിനാൽ എത്ര കഷ്ടപ്പെട്ടാലും കണ്ണിലും മൂക്കിലും ദേഹസാകം ചാരം വീണാലും അമ്മച്ചി കഷ്ടപ്പെട്ട് ചായ എനത്തിക്കൊണ്ട് പോകുവായിരുന്ന ആ ഒരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലെ മാമോദീസ എന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവുന്ന തീക്കനൽ കിടപ്പുണ്ട്. പക്ഷേ ഈ തീക്കനലിനെ പാപമാകുന്ന, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല ചിന്തകളിലും പ്രവർത്തികളുമാകുന്ന ചാരമിട്ട് മൂടിയിരിക്കുക. ഈ മൂടിയിരിക്കുന്ന ചാരത്തെ ഊതി പറപ്പിച്ചാൽ മാത്രമേ ജ്വലിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അഗ്നിജാലകൾ എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കണമെങ്കിൽ ഇതുപോലുള്ള ചാരം ഊതിക്കളയണം. പ്രിയ ദൈവജനമേ, ഓർക്കണം, എൻ്റെ ജീവിതത്തിലെ ചാരമേതാ? എൻ്റെ ജീവിതത്തിൽ മൂടിക്കിടക്കുന്ന ചാരമേതാണ്? ആ ചാരത്തെ ഞാൻ മാറ്റണം. അമ്മച്ചി രാവിലെ വന്ന് അടുപ്പ് മൂട് വൃത്തിയാക്കുന്നത് പോലെ എൻ്റെ ഹൃദയമാകുന്ന അടുപ്പൊന്ന് വൃത്തിയാക്കണം. എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത മേഖലയുണ്ടാകാം, എനിക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മേഖലയുണ്ടാകാം, അംഗീകരിക്കാൻ പറ്റാത്ത മേഖലകളുണ്ടാകാം, മറ്റുള്ളവരോട് വെറുപ്പാകാം, മറ്റുള്ളവരോട് അസൂയയാകാം. ഇപ്രകാരമുള്ള മേഖലകൾ എൻ്റെ ഹൃദയത്തിൽ ചാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ദൈവം വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുവാൻ നമുക്ക് കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തില് 7-ാം അധ്യായത്തില് 37-38 വാക്യങ്ങള് ഈശോ ഇങ്ങനെ പറഞ്ഞു. തിരുനാളിന്റെ മഹാദിനത്തില് ഈശോ എഴുന്നേറ്റെന്ന് സ്വരമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേട്ടു തഴമ്പിച്ചിട്ടുള്ള ദൈവവചനമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അടുക്കലേക്ക് നീ പ്രവേശിക്കണമെങ്കിൽ, യേശുവിൻ്റെ അടുക്കലേക്ക് നീ കടന്നു ചെല്ലണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഒരു ശൂന്യവൽക്കരണം ഉണ്ടായിരിക്കണം. ദൈവാത്മാവിനാൽ നിറയ്ക്കപ്പെടണമെങ്കിൽ നിന്റെ ഹൃദയം ഒരു ശൂന്യവൽക്കരണം ഉണ്ടാകണം. മറ്റു പലതും നിറഞ്ഞിരിക്കുന്ന, അതിനെ പുഴുക്കളും കീടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നിന്റെ ഹൃദയത്തെ വെടുപ്പാക്കണം. അനുതപിച്ചുകൊണ്ട്, പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നീ അറിയാതെ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഗ്നിജാലകൾ കത്തിപ്പടരും. പ്രിയപ്പെട്ടവരെ, കത്തിപ്പടരുമ്പോഴാണോ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതമൊക്കെ നാം പരിശോധിക്കണം. എൻ്റെ കുടുംബത്തിലെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരു ജീവിതമാണോ? എൻ്റെ മക്കൾ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട ഒരു ജീവിതമാണോ? എൻ്റെ ഇടവക സമൂഹത്തിലെ കൂട്ടായ്മകൾ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട കൂട്ടായ്മകളാണോ? നാം ചിന്തിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ മാത്രമേ എൻ്റെ കുടുംബവും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുകയുള്ളൂ. ഞാൻ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിയും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടും. ജീവിത പങ്കാളിയും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുമ്പോൾ മക്കളും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടും.
അപ്പോൾ ഇപ്രകാരം ഈ കുടുംബം പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുമ്പോൾ ഈ കുടുംബം എവിടെയൊക്കെ വ്യാപരിക്കുന്നോ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാകും, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് അവരിലേക്ക് ജ്വലിച്ചു കൊണ്ടുപോകും. ഒരു ചെറിയ കാര്യമായിരിക്കാം നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് തടസ്സമായി നിൽക്കുന്നത്. ആ തടസ്സമായി നിൽക്കുന്ന മേഖലയെ നീ തുരത്തിക്കളയുമ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹം കൊണ്ട് നിറയും. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം കൊണ്ട് നിറയുമ്പോഴാണ് ദൈവത്തിൻ്റെ മക്കളാകുന്ന നമുക്ക് പ്രിയപ്പെട്ടവരെ സന്തോഷവും സമാധാനവും ആനന്ദവും ഒക്കെ അനുഭവിക്കുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ സന്തോഷമില്ല? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല? എന്തുകൊണ്ട് എനിക്ക് ആനന്ദിക്കുവാൻ കഴിയുന്നില്ല? എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒന്നേ ഉള്ളൂ, സമ്പത്തല്ല, മറ്റൊന്നുമല്ല നിനക്ക് നഷ്ടപ്പെട്ടത്. യേശു ക്രിസ്തു നിനക്ക് തന്ന തൻ്റെ ചൈത്രയാത്രയിൽ നിനക്ക് തന്നിട്ട് പോയ വിലപ്പെട്ട സമ്മാനമാകുന്ന പരിശുദ്ധാത്മാവിനെ നീ കളഞ്ഞുപോയി, അല്ലെങ്കിൽ മൂടി വെച്ചു. ഇത് മൂടി വെച്ചപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ദുഃഖവും കയ്പും വേദനയും രോഗവും അസ്വസ്ഥതയും ഒക്കെ കടന്നു വരുന്നത്. ഈ അസ്വസ്ഥതയും ഈ വേദനയും ഈ ദുഃഖവുമൊക്കെ മാറ്റണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണ്. അതുകൊണ്ടാണ് യെസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിനെന്ന്. ഒരു കണക്കിന് പറഞ്ഞാൽ നാമൊക്കെ വരണ്ട അസ്ഥികളാണ്. പല വിധത്തിൽ വേദനിക്കുന്നവരാണ്, പല വിധത്തിലുള്ള രോഗപീഠകളുണ്ട്, പല വിധത്തിലുള്ള നിരാശകളുണ്ട്, പല വിധത്തിലുള്ള ആകുലതകളുണ്ട്, പല വിധത്തിലുള്ള ഉത്കണ്ഠകളുണ്ട്. ഇവിടെയൊക്കെ ഒരു വരണ്ട അസ്ഥിയുടെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. വരണ്ട അസ്ഥികളോട് യെസെക്കിയേലിനോട് ദൈവം പറഞ്ഞു, നീ വചനം പ്രസംഗിക്കുക എന്ന. യെസെക്കിയേൽ അവരോട് വചനം പ്രസംഗിച്ചപ്പോൾ വേർപെട്ടു പോയ അസ്ഥികൾ കിരികിര ശബ്ദത്തോടെ ഒന്നിച്ചു എന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു നിറയുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു നിറയുമ്പോൾ ഈ വരണ്ട അവസ്ഥ മാറ്റപ്പെടുകയാണ്. എന്നാൽ അവർക്ക് ജീവനുണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. ആ നിഹിതന്മാരുടെ മേൽ 4 ദിക്കിൽ നിന്ന് ജീവന്റെ പ്രാണവായു ഊതിയപ്പോൾ അവർ ഒരു സൈന്യം പോലെ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു സൈന്യം പോലെ പറഞ്ഞിട്ടെ, ഹല്ലേലൂയാ. ഇപ്രകാരം പ്രിയപ്പെട്ടവരെ നാം ഉണരണം. ഇപ്രകാരം ഉണരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ വരണ്ട അവസ്ഥകൾ മാറ്റപ്പെടുന്നത്. ഈ വരണ്ട അവസ്ഥകൾ മാറ്റപ്പെടുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തതയുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യെസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 47-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെ, ദേവാലയത്തിൽ നിന്ന് ഒരു നീർച്ചാല് പൊട്ടിപ്പുറപ്പെട്ടു. അത് കാൽപാദത്തോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, കഴുത്തോളം നീന്തി കുളിക്കാൻ പറ്റ വിധത്തിൽ അത്രയധികമായി ദേവാലയത്തിൽ നിന്ന് നീർച്ചാല് പൊട്ടിപ്പുറപ്പെട്ടെന്നാണ് യെസെക്കിയേലിന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നീന്തി കുളിക്കണം ഞാനും നിങ്ങളും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജ്വലിക്കണം ഞാനും നിങ്ങളും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം എത്ര മാധുര്യമാണ്. എന്തുകൊണ്ടാ നമ്മുടെ ജീവിതം മാധുര്യമാകാത്തത്? നിങ്ങളെല്ലാവരും കുരങ്ങനെ കണ്ടിട്ടുണ്ട്. കുരങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയും ഇവിടെ ഇരിപ്പില്ല. കുരങ്ങൻ ഒരു സമയത്ത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുമോ? ഇരിക്കുകയില്ല. കുരങ്ങ് സ്വസ്ഥമായിട്ടിരുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ആ കുരങ്ങൻ ചത്ത് കിടക്കണം. ഒന്നീ തലയിൽ ചൊറിയും, അല്ലെങ്കിൽ
അവിടെ ചൊറി ഇവിടെ ചൊറി എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കും. ഇനി ആ കുരങ്ങനെ ഒരു തേളും കൂടെ കുത്തിയാലോ? കുരങ്ങൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഭയങ്കര ദയനീയമായ അവസ്ഥ. ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാ, യേശു ക്രിസ്തുവിൻ്റെ അടുത്ത ആളുകളുമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ തേള് കുത്തിയിട്ടുണ്ടോ? തേള് കുത്തിയിട്ടുണ്ട്. ഈ തേള് കുത്തുമ്പോൾ നമുക്ക് ഇരിക്കപ്പുറതിയില്ല. ഈ തേള് കുത്തുമ്പോൾ നമുക്ക് സ്വസ്ഥതയില്ല. അവിടെ വേദനയാണ്, അവിടെ പഴുക്കും, നീർക്കെട്ടുണ്ടാവും, ഇങ്ങനെ പല അസ്വസ്ഥതകളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ തേള് കുത്താതിരിക്കണമെങ്കിൽ, സ്വസ്ഥതയോടുകൂടി ഇരിക്കണമെങ്കിൽ സത്യവചനം, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേരള ക്രൈസ്തവരായ കത്തോലിക്ക വിശ്വാസികളായ നമുക്കെല്ലാവർക്കും ഒരു കടമയുണ്ട്. ലോകമെമ്പും സുവിശേഷം അറിയിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പല പല രീതികളിലൂടെ സുവിശേഷം അറിയിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനൊക്കെ നമ്മൾ തയ്യാറാകണം പ്രിയപ്പെട്ടവരെ. അതിനൊക്കെ തയ്യാറാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയപ്പെടുമ്പോഴാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിറയപ്പെടുമ്പോൾ സാധിക്കും. ധൈര്യസമേതം ഇറങ്ങിച്ചില്ലും. കാരണം ധൈര്യത്തിൻ്റെ ആത്മാവാണ് ആരിൽ വസിക്കുന്നത്? നമ്മളിൽ വസിക്കുന്നത്. സത്യാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ധൈര്യസമേതം ഉദ്ഘോഷിക്കുവാൻ, പ്രഘോഷിക്കുവാൻ, മർക്കോസിന്റെ സുവിശേഷം പറയുന്നത് പോലെ ലോകമെമ്പും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനാ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും മാണിക്യക്കല്ലാണ്, വിലപ്പെട്ട മാണിക്യക്കല്ലാണ്. പക്ഷേ ഈ മാണിക്യക്കല്ല് ആകുന്നതിന് മുമ്പ് ഈ മാണിക്യത്തിൽ ഒത്തിരി കരി പിടിച്ചിട്ടുണ്ട്. ഈ കരിയൊക്കെ തേച്ച് മിനുക്കി എടുത്തുകൊണ്ട് എൻ്റെ ശോഭ, എൻ്റെ പ്രഭാവം അത് പ്രകടമാക്കണം. എനിക്ക് തന്നിട്ടുള്ള ദൈവത്തിൻ്റെ വരം, എനിക്ക് തന്നിട്ടുള്ള ദൈവത്തിൻ്റെ ഗിഫ്റ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ ആ മാണിക്യം ശോഭിക്കും പ്രിയപ്പെട്ടവരെ. അങ്ങനെ ശോഭിക്കുമ്പോഴാണ് എനിക്ക് ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറയുവാൻ നമുക്ക് കഴിയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു അനുഭവം ഓർത്തു പോവുകയാണ്. എനിക്ക് അച്ഛനാകണമെന്നായിരുന്നു വലിയ ആഗ്രഹം. അച്ഛനാകുവാൻ വേണ്ടി ഞാൻ ചേർന്നു. ബെനഡിക്റ്റൈൻസ് സെമിനാരിയിലാണ് ചേർന്നത്. ഹല്ലേലൂയ. ഭയങ്കര കടുപ്പമുള്ള ഒരു സെമിനാരിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 വർഷമേ എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് പല വിധത്തിലൂടെയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സെമിനാരി ചാടിപ്പോന്നതല്ല. ഇത് പറഞ്ഞപ്പോൾ ചിലരൊക്കെ ചിരിക്കുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ഇടതുവശം തളർന്നുപോയി. സെമിനാരി പഠനം അവിടെ വെച്ച് നിർത്തേണ്ടി വന്നു. അന്നൊരു തീരുമാനമെടുത്ത് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജോലി ചെയ്യും. ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിതം മാറ്റിവെക്കും. എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടി മാത്രമായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ 25 കൊല്ലം കഴിഞ്ഞു ക്രിസ്തുവിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. ഓരോ പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ എന്നെ സഹായിക്കുന്നത് എൻ്റെ ഈശോ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള പല കാര്യങ്ങളാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. എൻ്റെ ആത്മാവ് നിന്റെ കൂടെയുണ്ട്, നീ തളരരുത്. വേദനിക്കുമ്പോഴൊക്കെ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദന ഉണ്ടാകുമ്പോൾ നാം തളർന്നു പോകും. തളർന്നു പോകരുത്. തളർന്നു പോകാതിരിക്കണമെങ്കിൽ ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിച്ചതുപോലെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമുക്ക് ശക്തിയോടുകൂടി ദൈവാത്മാവിനെ നയിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം, യോർദാൻ നദിയിൽ നിന്ന് യേശു
പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഞാനും നിങ്ങളൊക്കെ ആത്മാവിനാൽ നയിക്കപ്പെടണം. ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ മുന്നിൽ പല ചോദ്യങ്ങളും, പല പരീക്ഷണങ്ങളും, പല വേദനകളും, പല സങ്കടങ്ങളും നമ്മുടെ മുന്നിൽ കടന്നു വരാം. അതൊന്നും നാം ഗൗനിക്കരുത്. അവിടെയൊക്കെ തളരാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഉണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ പ്രവാചകൻ പറയുന്ന പോലെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ജ്വലിക്കുവാൻ, ആത്മാവിൽ നയിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആത്മാവിൽ നയിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നമ്മൾ ജ്വലിക്കണം. എങ്ങനെയൊക്കെയാണ് നമ്മൾ ജ്വലിക്കേണ്ടത്? എങ്ങനെയൊക്കെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിറയുവാൻ വേണ്ടി നാം പ്രയത്നിക്കേണ്ടത്? ഒന്ന്, പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അവ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും സിഹിയോൻ മാളികയിൽ ഏക മനസ്സോടിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇവിടെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവാൻ നമുക്ക് തയ്യാറാകണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ സ്വരം കേൾക്കും. ദൈവം കേൾക്കുമ്പോൾ നമ്മുടെ മേൽ അനുഗ്രഹം വർഷിക്കും. ഒന്ന്, പ്രാർത്ഥിക്കുക. 2, ഉപവസിക്കുക. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ദൈവത്തോടൊപ്പം ചേർന്നുകൊണ്ടോ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടാകുകയില്ല. ആര് നമ്മളെ വേദനിപ്പിച്ചാലും അതെല്ലാം നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ സാധിക്കും. അവരോട് പൊറുക്കുവാനും, അവരോട് ക്ഷമിക്കുവാനും, അവരെ സ്നേഹിക്കുവാനും നമുക്ക് കഴിയും. 3, വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കാളിയെടുക്കണം. ഓരോ വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവിനെ നൽകുന്ന കൂദാശയാണ്. പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്ന കൂദാശയാണ്. സജീവതയോടുകൂടി ആ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ആഗോള സഭയിൽ 22 റീത്തുകളുണ്ട് പ്രിയപ്പെട്ടവരെ. കേരള സഭയിൽ 3 റീത്തുകളുണ്ട്. സീറോ മലബാർ സഭയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. ലാറ്റിൻ റൈറ്റിൽ ഈ കാണിക്ക വസ്തുക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മലങ്കർ റൈറ്റിൽ ശ്വാസാപ്പ കയ്യിലെടുത്തുകൊണ്ട് ഉന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടിയുള്ള ആവാസ പ്രാർത്ഥന നടത്തുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ ഞാനും നിങ്ങൾ ഹൃദയപൂർവ്വം പങ്കെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവാത്മാവ് കടന്നു വന്ന് നിറയപ്പെടുന്ന, അഭിഷേകം ചെയ്യുന്ന നിമിഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമരിയാക്കാരിയുടെ ജീവിതത്തിൽ പറയപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടേണ്ട മേഖലകളെ നാം നിറയ്ക്കണം. ആത്മാവിനാൽ നിറയ്ക്കണം പ്രിയപ്പെട്ടവരെ. ആത്മാവിനാൽ നിറയ്ക്കപ്പെടുവാൻ തയ്യാറാകുമ്പോഴാണ് തീർച്ചയായും നമ്മുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളിലും ആത്മാവിൻ്റെ ഫലങ്ങൾ കാണുവാൻ കഴിയും. ആത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്യക്കാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഓരോ മക്കളും പരിശോധിക്കണം. ആത്മാവ് നിറയപ്പെട്ട ഒരു വ്യക്തിയാണോ ഞാൻ? എന്നിൽ സ്നേഹമുണ്ടോ? ദൈവസ്നേഹമുണ്ടോ? എന്നിൽ ആനന്ദമുണ്ടോ? എന്നിൽ സമാധാനമുണ്ടോ? എന്നിൽ വിശ്വസ്തതയുണ്ടോ? എന്നിൽ ദയയുണ്ടോ? എന്നിൽ നന്മയുണ്ടോ? എന്നിൽ ക്ഷമയുണ്ടോ? എന്നിൽ സൗമ്യതയുണ്ടോ? എന്നിൽ ആത്മസമീപനമുണ്ടോ എന്ന് നാം ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ, കാരണം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എവിടെയോ മൂടപ്പെട്ടിരിക്കുകയാണ്. ആ മൂടപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ
ധ്യാനങ്ങൾ മാത്രം കൂടിയാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്ന് വേണ്ട. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുവാൻ എനിക്ക് കഴിയണം. ഞാൻ പിടിച്ചിരിക്കുന്ന ചില സ്വഭാവങ്ങൾ, ഞാൻ പിടിച്ചു വച്ചിരിക്കുന്ന ചില വൈകല്യങ്ങൾ, എന്നിലുള്ള ചില കുറവുകൾ മാറ്റിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഇറങ്ങി വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമുക്ക് പ്രകടമാകുന്നത്. ദൈവശക്തിയാൽ നയിക്കപ്പെടുമ്പോൾ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ആരെയും പ്രയാസപ്പെടുത്തുകയില്ല, ആരെയും നാം മുറിപ്പെടുത്തുകയില്ല, ആരോടും നമുക്ക് വിദ്വേഷം പുലർത്താൻ സാധിക്കുകയില്ല. ആ എല്ലാവരെയും നമുക്ക് സ്നേഹത്തിൽ കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ തിങ്ങി നിറയണം. അതിൻ്റെ കുറവുകൾ മനസ്സിലാക്കി കൊണ്ട് നാം മാറ്റുവാൻ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ വൈകല്യങ്ങൾ എന്താണോ അത് മാറ്റുവാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിൻ്റെ ശാഖകളുമാണ്. കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായി ഫലം തരാത്ത ശാഖകളെ വെട്ടി മാറ്റപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വെട്ടി മാറ്റപ്പെടേണ്ട പല ശാഖകളുണ്ട്. ആ ശാഖകൾ മാറ്റപ്പെടുമ്പോഴാണ് ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയുവാൻ കഴിയും. ദൈവാത്മാവ് നമ്മെ നയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലായിടത്തും നമുക്ക് ദൈവത്തിൻ്റെ മുഖം കാണുവാൻ സാധിക്കും. ദൈവത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ കരുണ നമുക്ക് പ്രകടമാക്കുവാൻ നമുക്ക് സാധിക്കും. സഹജീവിയോട് കരുണയോട്, ദയയോടെ, നന്മയോടെ പെരുമാറുവാൻ നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ നിറയുമ്പോൾ ആനന്ദം കൊണ്ട് നമ്മൾ നിറയും, സന്തോഷം കൊണ്ട് നമ്മൾ നിറയും. ആനന്ദം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പല മേഖലകൾ തുറക്കപ്പെടും. അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പല മേഖലകളും. അടയ്ക്കപ്പെട്ട പല മേഖലകളും തുറക്കപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണം. തുറക്കപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതം അടയ്ക്കപ്പെട്ടത് തുറക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാനാണ് അടയ്ക്കപ്പെട്ടത്, വേറെ വ്യക്തിയല്ല. ഞാനാണ് അത് മൂടി വെച്ചത്. ഞാൻ ആ മൂടി വെച്ചതിനെ മാറ്റുവാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായും തുറക്കപ്പെടുമ്പോൾ ദൈവം തരുന്ന സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമ്മെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഈ സത്യാത്മാവ് നിറയാത്തത് കൊണ്ടാണ് പല കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ പോകുന്നത്, പല കാര്യങ്ങൾ നമ്മൾ അനുസ്മരിക്കാതെ പോകുന്നത്, പല കാര്യങ്ങളും നമ്മൾ ഓർക്കാതെ പോകുന്നത്. ഈ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ, ദൈവം നമുക്ക് നൽകുന്ന ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമ്പോൾ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് ഒരു നിമിഷം കരങ്ങൾ കൂപ്പിക്കൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആയിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും പൂർണ്ണമായി സമർപ്പിക്കാം. ജോയേൽ പ്രവാചകൻ പറയുന്നു ഇങ്ങനെ, 2-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആ നാളുകളിൽ എൻ്റെ ദാസൻ്റെയും എൻ്റെ ദാസിയുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന്.
ചിന്തിക്കാം, ഞാൻ ദാസനാണോ, ഞാൻ ദാസിയാണോ? അവൻ്റെ ദാസനാകണമെങ്കിൽ, അവൻ്റെ ദാസിയാകണമെങ്കിൽ അവിടുത്തെ വചനം ഞാൻ സ്വീകരിക്കണം. ഉൽപ്പത്തി പുസ്തകത്തില് 1-ാം അധ്യായത്തില് ദൈവം ഇങ്ങനെ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളില് അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം ജലത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് തൻ്റെ 2 കരങ്ങൾ കൊണ്ടാണ്. ഒന്ന് പരിശുദ്ധാത്മാവെന്ന കരം കൊണ്ടും മറ്റൊന്ന് വചനമാകുന്ന കരം കൊണ്ടുമാണ്. എന്നെ സൃഷ്ടിച്ച, എന്നെ രൂപപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നെ രൂപപ്പെടുത്തട്ടെ. എവിടെയൊക്കെയോ ഞാൻ രൂപപ്പെടേണ്ടതുണ്ട്, എവിടെയൊക്കെയോ ഞാൻ മാറ്റപ്പെടേണ്ടതുണ്ട്. ജോയേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ അവൻ്റെ ദാസനാകണം, അവൻ്റെ ദാസിയാകണം. അവൻ്റെ ദാസനായി, അവൻ്റെ ദാസിയായി സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് കഴിയും. എൻ്റെ ദൈവം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന മാമോദീസ എന്ന കൂദാശയിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ, ശൈര്യലേപനത്തിലൂടെ ഉജ്ജ്വലിപ്പിച്ച പരിശുദ്ധാത്മാവിനെ, പാപം ചെയ്ത് ഞാൻ നഷ്ടപ്പെടുത്തിയ പരിശുദ്ധാത്മാവിനെ കുംഭസാരം എന്ന കൂദാശയിലൂടെ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ, വീണ്ടും ജ്വലിക്കുവാനായി വിശുദ്ധ കുർബാനയെ ഞാൻ സ്വീകരിച്ചപ്പോൾ, അവിടെയൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് ജ്വലിക്കേണ്ട മേഖലകളിൽ ജ്വലിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം, പശ്ചാത്തപിക്കാം. ദൈവമേ, ഈ നിമിഷം ഞാൻ പരിശുദ്ധാത്മാവിനെ ജ്വലിക്കേണ്ട ഒരു വ്യക്തിയല്ലയോ? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ട വ്യക്തിയല്ലയോ? ആത്മാവിനാൽ, കൃപയാൽ നിറയപ്പെടേണ്ട വ്യക്തിയല്ലയോ? എൻ്റെ ദൈവമേ, ഈ നിമിഷം അങ്ങയുടെ ആത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ. ഒരു രൂപാന്തരണം എനിക്കുണ്ടാകണമേ. എന്നെ ഒന്ന് രൂപപ്പെടുത്തണമേ. എന്നെ വെട്ടിമാറ്റേണ്ട മേഖലകൾ വെട്ടിമാറ്റുവാൻ ഈശോയെ സ്വയം മനസ്സോടുകൂടി, ഹൃദയം തുറവിയോടുകൂടി, ആ സമരിയാക്കാരി സ്ത്രീയെ പോലെ തുറന്ന് സമ്മതിക്കുവാനുള്ള മനസ്ഥിതിയോടുകൂടി ദൈവമേ എനിക്കും കഴിയണം. എൻ്റെ ഈശോയെ, അങ്ങയുടെ ദാസനാകുവാൻ, അങ്ങയുടെ ദാസിയാകുവാൻ ഈ നിമിഷം ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ അയക്കണം. ഓ, സ്വർഗം തുറന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ ജനത്തിൻ്റെ മേൽ അയക്കണം. എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ വ്യക്തികളിലും ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ, എല്ലായിടത്തും ദൈവത്തിൻ്റെ ആത്മാവ് നിറയട്ടെ. ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ എൻ്റെ കുടുംബം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടട്ടെ. എൻ്റെ കുടുംബം പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ എൻ്റെ നാട് പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. എൻ്റെ നാട് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ എൻ്റെ ഇടവക പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. എൻ്റെ ഇടവക സമൂഹം പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ എൻ്റെ രൂപത പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൽ ലോകം മുഴുവൻ നിറയട്ടെ. എല്ലാ മക്കളും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വന്ന് നിറയണമേ. ഓ പവനാത്മാവേ, അങ്ങനിൽ വന്ന് നിറന്ന് ശുദ്ധി ചെയ്ത് വിശുദ്ധീകരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വന്ന് നിറയണമേ. ആത്മാവിന്റെ ശക്തിയാൽ ദാസനായി, ദാസിയായി മാറ്റണമേ. ഈശോയെ, ഹൃദയങ്ങൾ തുറക്കട്ടെ. ഈശോയെ, വിട്ടുകൊടുക്കാൻ മേലാത്ത മേഖലകള് തുറവിയോടുകൂടി, പോയ മനസ്സോടുകൂടി വിട്ടുകൊടുക്കട്ടെ. ഇപ്പോൾ ഈ രാത്രിയിൽ ദൈവത്തിന്റെ ശക്തി ഇവരുടെ മേൽ പ്രകടമാകണമേ. ദൈവത്തിന്റെ കരം ഇവരുടെ മേൽ നിറയട്ടെ. ആത്മാവിന്റെ ശക്തി ഇവരുടെ മേൽ നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിന്റെ മേൽ ജ്വലിക്കട്ടെ. ആത്മാവിൽ നയിക്കപ്പെടട്ടെ. ആത്മാവിനാൽ നിറയപ്പെടട്ടെ. 2 കരങ്ങളും 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട ഉന്നതങ്ങളിൽ നിന്ന് വസിക്കുന്ന പരിശുദ്ധാത്മാ എൻ്റെ മേൽ വസിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന മേഖല ഏതാണോ
അത് വിട്ടുകൊടുത്തതിന്റെ പ്രതീകമായിട്ട് രണ്ട് കരങ്ങളും ഉയർത്താൻ. ഓ പരിശുദ്ധാത്മാവേ, എന്റെ ചില ദുശീലങ്ങളായിരിക്കാം, എന്റെ ചില വൈകല്യങ്ങളായിരിക്കാം, എന്റെ സ്വഭാവ രൂപീകരണമല്ലാത്ത അവസ്ഥകളായിരിക്കാം, എന്റെ ചില ദൈവചിന്തകളല്ലായിരിക്കാം, എന്റെ മനോഭാവം മാറ്റപ്പെട്ടതായിരിക്കാം. അതെല്ലാം ഇപ്പോൾ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു. അങ്ങയുടെ വചനമയച്ച് ആ വരണ്ട അസ്ഥികളെ ഒരു പുതിയ ശക്തിയാക്കി മാറ്റിയതുപോലെ ഇപ്പോ വരണ്ട അസ്ഥിയായ എന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വചനം അയക്കണമേ. ദൈവവചനത്താൽ എന്നെ നിറയ്ക്കണമേ. ആത്മാവിന്റെ ശക്തി എന്റെ മേൽ നിറയട്ടാൻ, എന്റെ മേൽ നിറയട്ടുവാൻ ആത്മീയ ശക്തിയാൽ, ഓ ഭവനാത്മാവേ, ദൈവശക്തിയാൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിറയുവാൻ കരങ്ങൾ ഉയർത്തി എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് അഭിഷേകം എന്നിൽ ചൊരിയൂ, വരദാന സമൃദ്ധി നൽകൂ പരിശുദ്ധാത്മാവേ. ആത്മാഭിഷേകം എന്നിൽ ചൊരിയൂ, വരദാന സമൃദ്ധി നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളും ദാസരിൽ വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ദാസരിൽ വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാം. അവിടുത്തെ ദാസരാകുന്ന, ദാസികളാകുന്ന നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവിൻ്റെ നയിക്കപ്പെട്ടുകൊണ്ടോ ഒരു ദൈവിക ജീവിതം കെട്ടിപ്പടുത്തേണ്ടവരാണ് നമ്മളെ. നമ്മുടെയൊക്കെ കുടുംബം പരിശുദ്ധാത്മാവിൽ പണിതുയർത്തേണ്ട കുടുംബമാണ്. പരിശുദ്ധാത്മാവിൽ സ്ഥിരപ്പെടുത്തേണ്ട ഒരു കുടുംബമാണ്. വിവാഹമെന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ ബന്ധിപ്പിച്ചുകൊണ്ട്, നമ്മെ ഒന്നിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മകനായി, മകളായി ജീവിക്കുവാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ബലങ്ങളാലും പുണ്യങ്ങളാലും നിറഞ്ഞുകൊണ്ട് നാം നയിക്കേണ്ടവരാ കുടുംബജീവിതം നയിക്കേണ്ട വ്യക്തികൾ. തിരുക്കുടുംബം പോലെ സമാധാനവും സന്തോഷവും സ്നേഹവും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ വാണരുളുന്നത് പരിശുദ്ധാത്മാവ് നിലനിൽക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ കുടുംബം എന്നും ഐശ്വര്യം വ്യാപിക്കും, എന്നും സമൃദ്ധി ഉണ്ടാകും, എന്നും അവിടെ ഒന്നിനും കുറവുണ്ടാവുകയില്ല. എന്തുണ്ടായാലും അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങുവാനുള്ള ഒരു മനസ്സ് രണ്ടുപേർക്കും ഉണ്ടാകും. എൻ്റെ ജീവിതം ആത്മാവിൽ ആനന്ദിക്കുമ്പോൾ, എൻ്റെ ജീവിതം ആത്മാവിൽ സന്തോഷിക്കുമ്പോൾ, എൻ്റെ ജീവിതം ആത്മാവിൽ നയിക്കപ്പെടുമ്പോൾ എൻ്റെ ദേശവും ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. ഞാനെന്ന വ്യക്തിയിലൂടെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ തീർച്ചയായും ആ കുടുംബത്തിലെ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യമുണ്ടായാലും സാമ്പത്തിക കടബാധ്യതയുണ്ടായാലും രോഗങ്ങളുണ്ടായാലും പീഡകളുണ്ടായാലും ഞെരുക്കങ്ങളുണ്ടായാലും അതൊക്കെ തരണം ചെയ്യുവാൻ കരുത്ത് നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിൽ തിങ്ങി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ വേണ്ടപ്പോൾ വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകും. കിം ജെയിംസിന്റെ ബൈബിൾ വെർഷനിൽ പറയുന്ന
കാര്യസ്ഥനെന്ന പരിശുദ്ധാത്മാവിനെ പറയുന്നു. സകലതും പഠിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവ് വന്നു നിറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ പല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് മുന്നോട്ട് പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനാ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. കാരണം തിന്മകൾ നിറഞ്ഞ ഒരു സമൂഹത്തിലേക്കാണ്, പാപം നിറഞ്ഞ, മ്ലേച്ഛതകൾ നിറഞ്ഞ ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. പോകുന്ന വഴിയിൽ നമ്മുടെ കാലുകൾ ഇടറാൻ സാധ്യതയുണ്ട്. പോകുന്ന വഴിയിൽ നമ്മുടെ കണ്ണുകൾ പതറിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ പതറിപ്പോകാതിരിക്കണമെങ്കിൽ, കാലുകൾ ഇടറാതിരിക്കണമെങ്കിൽ, എന്നെ നടത്തുന്ന, എൻ്റെ കൂടെ നടത്തുന്ന, എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന, ദൈവം വാഗ്ദാനം ചെയ്യുന്ന സഹായകനാകുന്ന പരിശുദ്ധാത്മാവിനെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. എപ്പോഴും പരിശുദ്ധാത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴും ആത്മാവിനാൽ നിറയപ്പെടുവാൻ, എപ്പോഴും ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതം അനുഗ്രഹം പ്രാപിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പല കുടുംബങ്ങളും മദ്യത്തിനും ദുശീലങ്ങൾക്കും കലഹങ്ങൾക്കും തമ്മിൽ വേർപിരിയുന്ന അവസ്ഥകളുമായി തീരുകയാണ്. വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഒന്നിപ്പിക്കപ്പെട്ട ആ ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ മാറ്റി നിർത്തിയപ്പോൾ അവിടെ കുടുംബത്തിൽ തകർച്ചകളായി, വേദനകളായി, ദുഃഖങ്ങളായി, പ്രശ്നങ്ങളായി കടന്നു വരികയാണ്. ഐക്യത്തിൻ്റെ ആത്മാവ് അവിടെ നഷ്ടപ്പെടുകയാണ്. സ്നേഹത്തിൻ്റെ ആത്മാവ് അവിടെ നഷ്ടപ്പെടുകയാണ്. ക്ഷമയുടെ ആത്മാവ് അവിടെ നഷ്ടപ്പെടുകയാണ്. ഈ പ്രകാരം നഷ്ടപ്പെടുമ്പോഴാണ് ഇപ്രകാരമുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നത്. കുടുംബ ജീവിതം നയിക്കുന്ന, കുടുംബത്തിൽ നിന്ന് വന്ന എല്ലാവരും രണ്ട് കരങ്ങൾ മാറോടൊന്ന് ചേർത്ത് പിടിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടേണ്ട, അഭിഷേകം പ്രാപിക്കേണ്ട, 100 ഇരട്ടിയായി അഭിഷേകം പ്രാപിക്കേണ്ട വ്യക്തിയല്ലയോ എന്ന് ചിന്തിക്കാം. പരിശുദ്ധാത്മാവ് എൻ്റെ കുടുംബത്തിൽ പറന്നിറങ്ങേണ്ടയോ? പരിശുദ്ധാത്മാവ് എൻ്റെ കുടുംബങ്ങളിൽ തിങ്ങി നിറയണ്ടയോ? എൻ്റെ ജീവിത പങ്കാളിയിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ മാതാപിതാക്കളിൽ, എൻ്റെ സഹോദരങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയണ്ടയോ? പ്രിയപ്പെട്ടവരെ, ആ ആത്മാവിൽ നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവേ, ഈ രാത്രിയിൽ എന്നെ തൊട്ടുണർത്തണമേ. സഹിയോൻ മാളികയിൽ അഗ്നി നാളങ്ങൾ പോലെ അവരുടെ മേൽ വന്ന് നിറഞ്ഞതുപോലെ ഇന്ന് ഇപ്പോ എൻ്റെ മേൽ വന്ന് നിറയണം. ഞാൻ ഇവിടെ ആയിരിക്കുമ്പോഴും എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പ്രകടമാകട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് നിന്നുകൊണ്ട് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗാനത്തിലൂടെ പാടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട്, എൻ്റെ ദേശം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടുകൊണ്ട്, എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഒക്കെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ടുകൊണ്ട് ദേശവും രാജ്യവും രാഷ്ട്രങ്ങളും ഭരണാധികളും എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേലെ പറന്നിറങ്ങണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന ഈ മക്കളുടെ മേൽ ആത്മാവിനെ വർഷിച്ച് ആത്മാവിൽ നിറയ്ക്കണമേ. ആത്മാവിനാൽ ഇവര് അഭിഷേകം പ്രാപിക്കട്ടെ. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
സന്തോഷത്തോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് പാടി ആത്മാവിന്റെ നിറവിന് വേണ്ടി ദാഹത്തോടുകൂടി പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, ശക്തമായി കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ, ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാ